നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് മൺഡേ അല്ലേ, അപ്പോൾ ഇന്ന് സിമ്പിൾ റീഡിങ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് മാത്രം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ഓക്കെ, നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഓൾറെഡി ഉണ്ടാവാം. ചിലവർക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിരിക്കാം, പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ, അങ്ങനെ ആയിരിക്കാം. ചിലവർക്ക് എന്താ പറയുക, നിങ്ങൾ നേരത്തെ അറിയുന്ന ആൾക്കാരായിരിക്കാം, ഓൾറെഡി ഇഷ്ടമുള്ളവരായിരിക്കാം. പിന്നെ എന്താ പറയുക, ചിലവർ മാരീഡ്, ഈവൻ നിങ്ങൾ മാരീഡ് എന്തോ ആവാം, സിംഗിൾസ് ആവാം, റിലേഷൻഷിപ്സിലാവാം, എങ്ങനെയാവാം. ഓക്കെ, ഇത് ആർക്കും മാച്ച് ആവും. 2 പൈൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, പൈൽ 1 ഡക്കാണ്. ഓക്കെ, എനിക്കത് വലിയ ഇഷ്ടമായി, അതുകൊണ്ടാട്ടോ. ആൻഡ് പൈൽ 2 ഡോഗ്. സോറി. ഓക്കെ, അപ്പോൾ പൈൽ 1, പൈൽ 2 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണെന്ന് നമുക്ക് അറിയാൻ നോക്കാം. അവർ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, എന്താണ് ഇപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്. കോണ്ടാക്റ്റ് ഉണ്ടാവാം, നോ കോണ്ടാക്റ്റ് ആവാം, ഏത് സിറ്റുവേഷൻ ആവാം ഇത്. ഓക്കെ, നമുക്ക് പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 ഡക്ക് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ 2-3 ഡക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഇപ്പോൾ എന്താണ്? ഓക്കെ, വേൾഡ് കാർഡ്, ദ മൂൺ, 6 of Pentacles, 7 of Pentacles, and Justice, and Ace of Cups. Oh my God. ഓക്കെ, പൈൽ 1 നിങ്ങൾ വളരെ ലക്കിയാണെന്ന്. ഓക്കെ, ലക്കി പൈലാണ് ഇന്നത്തെ മൺഡേ. യെസ്. ഓക്കെ, 8 of Cups. ഓക്കെ, കുഴപ്പമില്ല. ചിലവർക്ക് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, മേ ബി. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവാം. വേൾഡ് കാർഡും ഉണ്ട്. സോ മേ ബി ചിലവർ ഡിസ്റ്റൻ്റ് ആയിരിക്കാം. ഇവിടെ ഇരുന്നോട്ടല്ലേ. ഓക്കെ, ഡിസ്റ്റൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ ദൂരെ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച എന്ന് മാത്രമല്ല, നിങ്ങൾ മേ ബി കാണാൻ പറ്റാത്ത ഡിസ്റ്റൻസിൽ വല്ലവരും ആയിരിക്കാം. ഇവിടെ സിനാരിയോസ് അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ആക്ച്വലി അവർ നിങ്ങളെ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഇന്നത്തെ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട്. ഏസ് ഓഫ് കപ്സ് ആണ് ആദ്യം, ബോട്ടം ഓഫ് ദി ഡെക്ക്. സോ തീർച്ചയായിട്ടും ഇവിടെ അവർ നിങ്ങളോട് സ്നേഹമാണ് എന്ന് എടുത്ത് പറയാണ് അവർ. എനിക്ക് ഐ ലവ് യു എന്നുള്ള ഒരു മെസ്സേജ് തന്നെ എടുക്കാം നമുക്ക്, കാരണം ഇത് അങ്ങനെയാണ്. ഏസ് ഓഫ് കപ്സ് അങ്ങനെയാണ്. സോ നിങ്ങളോട് വളരെയധികം ഫീലിങ്സ്, സ്നേഹം എല്ലാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ഇമോഷണലായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മൂൺ കാർഡാണ്. ഓക്കെ, അവരുടെ മനസ്സിൽ ഹിഡൻ ഫീലിങ്സ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ചിലവർക്ക് ഓൾറെഡി ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളോട് ഇതുവരെ. ഓക്കെ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന രീതിയിൽ എടുക്കാം. ചിലവർക്ക് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇമോഷണലായിട്ട് ഇന്ന് ഓർക്കുന്നു എന്ന രീതിയിലും പറയാം. വേൾഡ് അഗെയിൻ ഡിസ്റ്റൻസിനെ കുറിച്ചാണ്. ഡിസ്റ്റൻസ് മാത്രമല്ല, നിങ്ങളെ ശരിക്കും അവർ അവരുടെ ഒരു വേൾഡാണ് എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. നിങ്ങളാണ് അവരുടെ ഫുൾ വേൾഡ്, ദുനിയാവ് എന്ന് പറഞ്ഞ ആ രീതിയിലൊക്കെ. ഓക്കെ, നിങ്ങളാണ് അവരുടെ വേൾഡ് എന്ന രീതിയിലാണ്. അത്രയും അവർ നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു എന്നാണ്. എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളെ വിട്ടുപോയി, അകൽച്ചയാണ്, സെപ്പറേഷനാണ്, എന്തെങ്കിലും അങ്ങനത്തെ വോക്കവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ആൻഡ് ഇവിടെ വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് അവർക്ക് ഉണ്ട് എന്ന്. ഇപ്പോൾ ഇന്നത്തെ ദിവസം അറ്റ്ലീസ്റ്റ് എന്തായാലും ഉണ്ട് അവർക്ക്. ഓക്കെ, ആൻഡ് 6 of Pentacles, അവർ നിങ്ങളുടെ അടുത്ത് ഫെയർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റിസ്, ഇത് ആക്ച്വലി ഇവിടെ ജസ്റ്റിസും ഉണ്ട്, 6 of Pentaclesഉം ഉണ്ട്. സോ രണ്ടും പറയുന്നത് അവർ നിങ്ങളോടൊരു ന്യായമായത് ചെയ്യണം എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ. ന്യായമായത് തരണം. അതായത് നിങ്ങൾ അവരെ ചിലപ്പോൾ കെയർ ചെയ്തിട്ടുണ്ടാവും ഒരുപാട്, നിങ്ങളും അവരെ അങ്ങോട്ട് ഒരുപാട് കെയർ ചെയ്ത വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ കൊടുത്ത കെയർ എല്ലാം അവർക്ക് തിരിച്ച് നിങ്ങൾക്കും തരണം എന്ന രീതിയിൽ അവരുടെ മനസ്സിലുണ്ട്. ജസ്റ്റിസ് ചെയ്യണം എന്ന്. ഓക്കെ, അല്ല ഇപ്പം നിങ്ങളെ വിട്ടുപോയി എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു വിഷമമുണ്ട്. അപ്പോൾ അതിനൊരു സോറി പറയണം എന്ന രീതിക്ക് നിങ്ങളോട് ന്യായമായ രീതിയിൽ ഒരു മാപ്പ് പറഞ്ഞ് തിരിച്ചു വരണം എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്കും ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന രീതിയിൽ, അതായത് നിങ്ങൾ തമ്മിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ജസ്റ്റിസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 7 of Pentacles മാത്രമുണ്ട് ഇവിടെ ഒരു ലേശം. അവർ ഇതിനി നഷ്ടപ്പെട്ടോ എന്ന രീതിയിൽ അവരുടെ മനസ്സിലൊരു ചെറിയ ചിന്ത. അതായത് ഇത് ഗ്രോത്ത് ഉണ്ടോ ഈ റിലേഷൻഷിപ്പിന്, ഇത് മുന്നോട്ട് ഫ്യൂച്ചർ എന്താവും എന്നുള്ളൊരു ചിന്ത. അത് മാത്രമല്ല, ഇപ്പോൾ ചിലവർ ഓൾറെഡി ചിലപ്പോൾ നിങ്ങളെ വിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ ഇതിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി അവർ കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും മുൻപ്.
ഓക്കെ. ഇപ്പം അവർ ചിന്തിക്കുന്നത് പക്ഷേ ഇത് മതിയോ, അതോ ഇനി ഇത് വളരുമോ, ഇത് മുന്നോട്ട് ഗ്രോത്ത് ഉണ്ടാവുമോ അതിൽ, അതായത് അവരൊരിക്കലും നിങ്ങളെ വിട്ട് പോയതാണെങ്കിൽ അതിൻ്റെ ടെൻഷനും ആയിരിക്കാം. അല്ലെങ്കിലും ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് ഒരു ഫ്യൂച്ചർ എന്താണ് എന്ന രീതിയിൽ അവരുടെ മനസ്സിലൊരു ചെറിയ പേടിയുണ്ട്. ബട്ട് അവർക്ക് എന്തായാലും ഒരു ന്യായം, അത് 2 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. ഫെയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫെയർ ലവ്, എനിക്ക് ഫെയർ ആൻഡ് ഡിസേർവിങ് ലവ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്കറിയാം. ഓക്കെ, നിങ്ങൾ എന്താ ഡിസേർവ് ചെയ്യുന്നത്, നിങ്ങൾ വളരെയധികം സ്നേഹം ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവർ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ന്യായം ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നത്. ഓക്കെ, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ അവർ വന്ന് സോറി പറയാനും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയനും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു ശരിക്കും ഒരു ഓഫർ തരുന്ന ഒരു ആഗ്രഹമാണ്. ലൈക്ക് അവർക്ക് ശരിക്കും കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന രീതിയിലാണ്. ഓക്കെ, ആ രീതിക്കാണ് അവരുടെ മനസ്സിൽ ചിന്ത. എന്തായാലും ഫീലിങ്സ് വളരെ ഇവിടെ സിമ്പിളായിട്ട് വന്നു, വളരെ സ്ട്രോങ് ആയിട്ട് വന്നു. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ എടുക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ദിവസം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, എന്തായാലും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ് പറയാനും എല്ലാം അവരുടെ മനസ്സിലെ ചിന്തയിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ട്. ഇപ്പോൾ നിങ്ങളോട് ന്യായം ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അതിൻ്റെ ഒരു റിഗ്രറ്റൊക്കെ അവർക്ക് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ റിഗ്രറ്റ് അവരുടെ മനസ്സിലുണ്ട്, തെറ്റ് ചെയ്തു എന്നൊരു തോന്നൽ. ഓക്കെ, ലെറ്റ്സ് സീ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ്. ഓക്കെ, സാരില്ല. പീസ്, നെവർ എൻഡിങ് സ്റ്റോറി. യെസ്, ഇവിടെ എനിക്ക് തോന്നുന്നത് യെസ്, ക്ലീൻ ഇറ്റ് അപ്പ്, മെൻഡിങ്. ഓക്കെ, ആക്ച്വലി അവർ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയതായിരിക്കാം ചിലവർ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ടായിരിക്കാം. എന്തെങ്കിലും ഇവിടെ അവരെന്തോ മിന്നുന്നത് കണ്ടുപോയി എന്ന രീതിയിൽ നമുക്ക് പറയാം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ചില സത്യങ്ങൾ. ഓക്കെ, അവരെന്തിനെയാണോ വേറെ എന്തെങ്കിലും നല്ലത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് ഇവിടെ പീസാണ് പറയുന്നത്. അവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് ഒരു പീസ്, അഗൈൻ ജസ്റ്റിസ്, ന്യായം, പീസ് അല്ലേ, അവർ അത് കൊണ്ടുവരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇവിടെ നെവർ എൻഡിങ് സ്റ്റോറി. ഇത് അവർക്കറിയാം നിങ്ങൾ തമ്മിൽ ഒരു എന്താ പറയുക, എൻഡ് ആയിട്ടില്ല. ഓക്കെ, അതായത് വീണ്ടും നിങ്ങളുടെ അടുത്ത് വന്ന് റിന്യൂ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്, അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇവിടെ അവർ ഐ തിങ്ക് ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്സിൻ്റെയൊക്കെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണക്ട് ചെയ്യാം ചിലപ്പോൾ നിങ്ങളുമായിട്ട് റീയൂണിയൻ വേണമെങ്കിൽ. ഓൾറെഡി സെപ്പറേഷനിലുള്ളവർക്ക് അല്ല, നിങ്ങൾ ജസ്റ്റ് സംസാരം കുറവെന്നോ അല്ലെങ്കിൽ എക്സ്പ്രസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് നിങ്ങളെ തമ്മിൽ ക്ലീൻ ചെയ്യുക. അതായത് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റി, നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി ഓക്കെ അവർ മുന്നോട്ട് ഇത് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ ചിന്ത. ഓക്കെ, സോ വളരെ നല്ല കാർഡ്സ്. ഇവിടെ ഒരു ഡെക്കും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്, എല്ലാ ഡെക്കും കൂടി യൂസ് ചെയ്തോളാം. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും മെസ്സേജസ് തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങൾക്കൊരു യൂണിയൻ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒരു ഫീലിങ്സ് അത്രയും അവർക്ക് സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു 3 കാർഡ് എടുക്കാം അല്ലേ. ഓക്കെ, കീ, ന്യൂ ബിഗിനിങ്. ഓക്കെ, ലെറ്റ്സ് സീ, സ്റ്റാർ ആൻഡ് ഡെവിൾ. ഓക്കെ, യെസ്, ഇത് ആരോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അവർ ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടി വന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരാരെങ്കിലും പറഞ്ഞ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എന്ന് പറയാം. ഓക്കെ, ഒന്ന് സൂക്ഷിക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധ വയ്ക്കാം. ഓക്കെ, ആൻഡ് സ്റ്റാർ കാർഡ് ഉണ്ട്. ഹാർഡ് ടൈംസ് ആർ ഓവർ, ലുക്ക് ഫോർവേഡ് ടു അബണ്ടൻസ് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു മുന്നോട്ടൊരു വളരെ പ്രതീക്ഷ വയ്ക്കാം നിങ്ങൾക്ക്, ടെൻഷൻ വേണ്ട. ഓക്കെ, യെസ്, ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. ആരെയാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്, ആരെയാണ് വിശ്വസിക്കുക. നിങ്ങൾ ഫ്രണ്ട്സിനെ പോലെ നിൽക്കുന്നവരായിരിക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഒന്ന് സൂക്ഷിക്കുക. ആരാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. കീ, ന്യൂ ബിഗിനിങ്, ഡയറക്ഷൻ, അഡ്വഞ്ചർ, വെയിറ്റ് ഫോർ ദോസ് റെഡി ടു ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിനെ ഫോർഗീവ് ചെയ്യേണ്ടി വരും. ഓക്കെ, പാസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങളൊന്ന് ഫോർഗീവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഫോർഗീവ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം, പുതിയ ബിഗിനിങ് എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, സോ എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ശരി, ഐ തിങ്ക് മുന്നോട്ട് നല്ലൊരു ഫ്യൂച്ചറാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ. ഓക്കെ, എന്തായാലും പൈൽ 1കാർക്ക് വളരെ പോസിറ്റീവായിട്ട് അവർ നിങ്ങളെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ റൊമാൻറ്റിക് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. ബാക്കി നമുക്ക് പൈൽ 2ക്ക് പോകാൻ ഇനി ഞാൻ ഡോഗാണ്, നമ്മുടെ ഡോഗി പപ്പി. ഓക്കെ, പൈൽ 2കാർക്ക് നിങ്ങൾക്ക് എന്താ വരുന്നത്, കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൺ എന്താ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്.
നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തും ആവാം, സിംഗിൾസ് ആവാം, റിലേഷൻഷിപ്പിലാവാം, ഓൾറെഡി ഇഷ്ടമുള്ളവരായിരിക്കാം, ചിലവർ എക്സ്പ്രസ് ചെയ്യാത്തവരായിരിക്കാം. ഓക്കെ, നോ കോണ്ടാക്ട് എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അവരുടെ മനസ്സിൽ ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്താണെന്ന് മാത്രം നമ്മൾ നോക്കും. ഓക്കെ, ലെറ്റ്സ് സീ. പൈൽ 2 പേർക്ക് എംപ്രസ്, എംപ്രസ്, എംപറർ, 6 of Cups. Okay. Okay, let's see. Queen of Pentacles. Okay. 9 of Swords. Oh, okay. 8 of Wands. Page of Wands. 8. Okay. 3 of Wands. Page of Swords. Okay. ആക്ച്വലി ഇവിടെ കാണുന്നത്, സോറി, ഇവിടെ എനിക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും. നിങ്ങൾ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം റീഡിങ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ മാരീഡ് ആയാലും സിംഗിൾ ആയാലും ഏതായാലും ശരി, ബട്ട് നിങ്ങളുടെ പേഴ്സൺ ഡെഫിനറ്റ്ലി ഒരു മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഓക്കെ, ഇത് 2 പേർക്കാണ് ഈ സിനാരിയോ കാണുന്നത്. ആൻഡ് ഇവിടെ എംപ്രസ്, എംപറർ വന്നിട്ടുണ്ട്. സോ ഒരു നമ്മുടെ പെയർ എന്ന രീതിയിലുണ്ട്. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ്. ആൻഡ് ഇവിടെ തേർഡ് പാർട്ടി സിനാരിയോ ആണ്. അതായത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൻ്റെ ലൈഫിൽ ഒരു വേറെ വ്യക്തി ഉണ്ട് എന്ന രീതിയിൽ പറയാം. കാരണം നിങ്ങൾ മാരീഡ് ആണെന്ന് പറയാൻ റീസൺ ഇവിടെ നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആണ്. ഒന്നുമില്ലെങ്കിൽ അഗൈൻ സെയിം തിങ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ മേ ബി നിങ്ങൾക്ക് ആ കാര്യം അവർ മാരീഡ് ആണ് എന്നുള്ളതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ലായിരിക്കാം. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നേരത്തെ. കാരണം ഇവിടെ ഒരു 9 of Swords ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങളൊരു വിഷമം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ ഒരു കാര്യം ചിലപ്പോൾ എൻ്റെ 8 of Wands കമ്മ്യൂണിക്കേഷൻ ആണ് പറയാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് മേ ബി ഇവിടെ നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും എന്നിട്ട് അവർക്ക് മാരീഡ് ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, ചിലവർക്ക് അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഇത് എല്ലാവർക്കും അല്ല, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ചിലവർക്ക് ഇവിടെ നിങ്ങൾ അറിയില്ല. മേ ബി നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ന്യൂസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് അവർ മാരീഡ് ആണ് എന്നുള്ളത്. ഓക്കെ, അവർക്ക് ഫാമിലി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം ചിലവർക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി എനർജി ആണ്. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ. അല്ല, അപ്പോൾ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൻ്റെ ലൈഫിലൊരു വേറെ പേഴ്സൺ വന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം എന്തായാലും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു സ്റ്റാർട്ടിങ് ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും ശരി, എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു തുടക്കം വീണ്ടും അവർ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലാണ്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ശരി, അല്ല അവർ മാരീഡ് ആയാലും എങ്ങനെയായാലും ശരി, നിങ്ങളുമായിട്ട് ഇപ്പോൾ അവർ വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അടുത്തൊരു മെസ്സേജുമായിട്ട് വരുന്നതാണ് കാണുന്നത് ഇവിടെ. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്ന പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ചിലവർക്കൊരു മെസ്സേജ് വരാം, ചിലപ്പോൾ ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരിക്കും, ദാറ്റ് വേറെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം. 8 of Pentacles, 3 of Wands, അഗൈൻ സെയിം തിങ് ആക്ച്വലി. ഒരു തേർഡ് പാർട്ടിയുടെ എനർജി തന്നെയാണ് വീണ്ടും. ഓക്കെ, ആൻഡ് 8 of Pentacles ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ചിലപ്പോൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ കണക്ഷൻ. അല്ല എന്നുണ്ടെങ്കിൽ അവരും തേർഡ് പാർട്ടിയും ചിലപ്പോൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇപ്പോഴത്തെ അവരുടെ ഫീലിങ്സിൽ പറയുമ്പോൾ ഐ തിങ്ക് മേ ബി നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാകും. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ഈ ഒരു കാര്യം അറിഞ്ഞ ശേഷം, ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുകയാണെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവരുടെ ഫീലിങ്സിൽ അവർ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ നോക്കുന്ന പോലെ. ഓക്കെ, മേ ബി അവർക്കൊരു തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും ഒരു മെസ്സേജ് വരുന്നതായിട്ടുമാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും അവർ തിരിച്ച് ഒരു സംസാരിക്കാനെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന പോലെ. ഓക്കെ, നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ വരാൻ പോലെയാണ് എനിക്ക് കാണുന്നത്. നോക്കട്ടെ, ഒരു ഫീലിങ്സ് വേറെ എന്താ നോക്കട്ടെ. ഇത് സിനാരിയോ ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്താണ് ചിന്തിക്കുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു മനസ്സിൽ എന്താണ് ഇപ്പോൾ ഒരു ഫീലിങ്സ് എന്താണ്?
Wheel of Fortune, Six of Swords, Judgment, Four of Pentacles, Knight of Pentacles. Okay, Ace of Cups ഇവിടെ bottom. Oh, wow. Okay, Ace of Cups, Ace of Wands. Finally, Temperance, Balance, good. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മജീഷ്യൻ കാർഡാണ്. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളുമായിട്ടൊരു യൂണിയൻ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പം അവർ ഓൾറെഡി മാരീഡ് ആയാലും ശരി, നിങ്ങൾ നിങ്ങൾ മാരീഡ് ആയിട്ട് അവർ തേർഡ് പാർട്ടി അടുത്ത് പോയിട്ടുണ്ടെങ്കിലും ശരി, അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, തിരിച്ച് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക്, കാരണം അവിടെയോ അവർ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്ന പോലെയുണ്ട് എനിക്ക്. ഓക്കെ, ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു യൂണിവേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒരു എന്താ പറയുക, യൂണിവേഴ്സിൻ്റെ ന്യായം എന്ന് പറയാം. യൂണിവേഴ്സ് ചില ലെസൺസ് കൊടുക്കുന്നതായിട്ട് ഞാനെപ്പോഴും ഇതിനെ ഒരു കർമ്മ കാർഡായിട്ടാണ് ഞാൻ എടുക്കാറ്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ കർമ്മയാണ്. ഓക്കെ, അപ്പോൾ അവർ എന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മ അവർ അനുഭവിക്കുന്നതായിട്ട് പറയാം. ആക്ച്വലി ഇവിടെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇപ്പോൾ തേർഡ് പാർട്ടി ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആയിട്ട് നമ്മൾ എടുത്താൽ അവർ ഒരു പണത്തിന് വേണ്ടി മാത്രം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പറയാം. അതായത് അവർ ഈ പേഴ്സൻ്റെ ഇന്ന് കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റി അല്ലേ, നമ്മൾ പണം മാരീഡ് ആണെങ്കിലും ശരി, അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിലും ശരി, പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മാത്രം കൂടെയുള്ളതാണ്. അവർ തമ്മിലൊരു സ്നേഹം എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. ഓക്കെ, ബട്ട് ഇവിടെ ഫീലിങ്സ് പറയുന്നത് നിങ്ങളുടെ ഭാഗത്തേക്കാണ്. ഓക്കെ, നിങ്ങളോടാണ് പറയുന്നത്. ആക്ച്വലി ജഡ്ജ്മെന്റ് അതാ പറഞ്ഞത് ഞാൻ നേരത്തെ, യൂണിവേഴ്സായിട്ട് ചില ജഡ്ജ്മെന്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും അങ്ങനത്തെ റിയലൈസേഷൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ അവരുടെ ഫീലിങ്സിൽ വീൽ ഓഫ് ഫോർച്യൂൺ സമയം ഒന്ന് മാറി വന്നിരുന്നെങ്കിൽ എന്നാണ് അവർ ചിന്തിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് സമയം മാറി, അതായത് അവർ ചെയ്ത തെറ്റുകൾ എല്ലാം ഒന്ന് മാറി വീണ്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ, വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ പാസ്റ്റ് ഒന്ന് മാറി, പാസ്റ്റിൽ എന്ത് തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറി വരണം എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ. ആൻഡ് സിക്സ് ഓഫ് സോർഡ്സ് നമ്മൾ മൂവിങ് ഓൺ ആണ്. ഇത് ആ പേഴ്സൺ എന്തോ വിട്ടു വരുന്ന പോലെയാണ്. അപ്പോൾ അതായത് തേർഡ് പാർട്ടിയെ വിട്ടു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ പേഴ്സൺ തേർഡ് പാർട്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി എടുത്ത് വിട്ട് തിരിച്ചു വരുന്ന പോലെ പറയാം നമുക്ക്. ഓക്കെ, ആൻഡ് ഫോർ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, സഫിഷ്യൻ്റ്. ഓക്കെ, നൈറ്റ് ഓഫ് പെന്റിക്കിൾസും ഉണ്ട്. സോ അവരെവിടേക്കോ അവർ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല ഫുള്ളായിട്ട് കാര്യങ്ങൾ. ഓക്കെ, മേ ബി ഇതുവരെ നിങ്ങളോട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് നിങ്ങളോട് പറയണം എന്നൊരാഗ്രഹം നല്ലോണം കാണുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് ഫോൺസും എയ്റ്റ് ഓഫ് ഫോൺസും കമ്മ്യൂണിക്കേഷൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, നിങ്ങളെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നത്. ഓക്കെ, കോൺടാക്ട് ചെയ്തിട്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത് ഇത്രയും ദിവസം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, വിട്ട് മാറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആ അവിടെ എന്തായിരുന്നു സിറ്റുവേഷൻസ് നടന്നത് അല്ലെങ്കിൽ നടക്കുന്നത് എന്നൊക്കെ അവർക്ക് നിങ്ങളോട് പറയണമെന്ന ആഗ്രഹമുണ്ട്. വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് വരണം എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സും ഏസ് ഓഫ് വോൺസും നല്ല കാര്യം. ആൻഡ് മജീഷ്യൻ ആണ് ഇവിടെ. സോ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് അവരിപ്പോൾ. അവരെങ്ങനെ, ആൻഡ് ബാലൻസ്, ടെമ്പറൻസും ഉണ്ട്, ബാലൻസ് ആണ്. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട അവർ. ഓക്കെ, ആഗ്രഹമുണ്ട് അവർക്ക് that നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നാവണം എന്ന രീതിയിൽ. ഓക്കെ, എന്ത് തന്നെ സിനാരിയോ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അത് മാറ്റാം. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടിരുന്നു. ഓക്കെ, അവർ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ മൂവ് ഓൺ എങ്ങാനും ചെയ്തോ എന്നൊരു ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, അതിനെക്കുറിച്ചായിരിക്കാം നോക്കുന്നത്. അവർ തിരിച്ചെങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത് നോക്കാം. ഈ ഡെക്കിന് ഒബ്സർവർ, യെസ്, സ്റ്റോക്കിംഗ് ഞാൻ പറഞ്ഞു, ഫേറ്റ്സ്, നമ്മുടെ ജഡ്ജ്മെന്റ് കാർഡ്, എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്സ്, ബിറ്റ്വീൻ വേൾഡ്സ്, നോട്ട് ഫോർ യു, ഹാപ്പി ഹാപ്പി. ഓക്കെ, ആൻഡ് യങ് എനർജി ടു സി. ഓക്കെ, ചിലവർ ആക്ച്വലി ഇത് ചിലവർക്ക് ഇവിടെ നിങ്ങൾ തീരുമാനം എടുക്കാം കേട്ടോ. ഓക്കെ, ഈ ഡെസിഷൻ ഐ തിങ്ക് ചിലവർ യൂണിവേഴ്സ് നിങ്ങൾക്ക് വിട്ട് തന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം ദാറ്റ് ഇങ്ങനെ ഈ പേഴ്സണിനെ തിരിച്ച് വേണോ വേണ്ടേന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഓക്കെ, നോട്ട് ഫോർ യു എന്ന് ഒരു ഓപ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലാണ്, ഞാൻ വിട്ടു തരുന്നു നിങ്ങളുടെ കയ്യിലേക്ക്. നിങ്ങൾക്കിത് തിരിച്ച് വേണോ വേണ്ടേന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ,
പക്ഷെ ചിലവർക്ക് ഇവിടെ റീയൂണിയൻ ആണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അവർ നോക്കുന്നുണ്ട്. ഫേറ്റ്സ് ഇവിടെ വിധി വിളയാടിയിട്ടുണ്ട്. ഓക്കെ, ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് ചിലത് ലെസൺസ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് എക്സ്ചേഞ്ചിങ് ഗിഫ്റ്റ്സ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഒരു മെസ്സേജിൻ്റെ ആണ് ഞാൻ പറഞ്ഞത്. മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഇവിടെ ബിറ്റ്വീൻ വേൾഡ്സ് അവരൊരു തീരുമാനം എടുക്കുകയാണ്, ഡിസിഷൻ. തേർഡ് പാർട്ടിയെ വേണോ നിങ്ങളെ വേണോ എന്ന് അവർ ചൂസ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇത് പക്ഷെ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അവരെ വേണോ വേണ്ടേന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഓക്കെ, ആൻഡ് ഹാപ്പി എന്ന് കാണുന്നത് എന്തായാലും ശരി, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ശരി, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കിത് വേണമെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അത് ശരിയാക്കി തരും. നിങ്ങളെ ഓക്കെ ആക്കി നിങ്ങൾ ബെറ്റർ ആയിട്ട് പോവും. ഇല്ല നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സന്തോഷം യൂണിവേഴ്സ് തരും തീർച്ചയായിട്ടും. ഓക്കെ, സോ കയ്യിലെ ചോയ്സ് നിങ്ങളുടെയാണ്. ഓക്കെ, എന്തായാലും ഇവിടെ പേഴ്സൺ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ തേർഡ് പാർട്ടി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ മെസ്സേജ് ഇവിടെ നോക്കാം. മൂൺ കാർഡ്, പേ അറ്റൻഷൻ. സൺ, മൂണും സണ്ണും. വാവ്. ഓക്കെ, ആൻഡ് ലക്ക്. ഓക്കെ, ഏഞ്ചൽ ഉണ്ട് ഇവിടെ. ഏഞ്ചൽസ് ആർ ഗൈഡിങ് ആൻഡ് പ്രൊട്ടക്ടിങ് യു ഓൺ യുവർ സ്പിരിച്വൽ ജേണി. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് ഇതൊരു സ്പിരിച്വൽ ജേണിയുടെ ഭാഗമായിരിക്കാം. അതായത് നിങ്ങൾ ചില വേദനകൾ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് വെദറിങ് ദ ചാലഞ്ചസ് അഹെഡ് വിൽ ബ്രിങ് ഇൻ എ ന്യൂ ആൻഡ് പോസിറ്റീവ് ഫ്യൂച്ചർ. ഓക്കെ, യെസ്, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചില വേദനകൾ അല്ലേ. ആ വേദനകൾ നിങ്ങൾ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പുതിയ നല്ലൊരു പോസിറ്റീവ് ഫ്യൂച്ചർ വരുമെന്നാണ് പറയുന്നത്. നമ്മളെ സ്ട്രോങ് ആക്കും അല്ലേ. ആൻഡ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പേടിക്കുക വേണ്ട. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടു തരുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലതാക്കാം. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കും, അതിനും നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുക. ആൻഡ് ഇവിടെ അതാ പറയുന്നത്, മൂൺ കാർഡ് അതാ പറയുന്നത്, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, പേ അറ്റൻഷൻ ടു യുവർ ഇൻറ്റ്യൂഷൻ ആൻഡ് ദിസ് ടൈം മൂവ് അഹെഡ് കോൺഫിഡൻ്റ്ലി. നിങ്ങൾ തീരുമാനം എടുക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയുന്നത്, ഇത് ആളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അല്ല നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ടോ ദാറ്റ് ഇല്ല അവിടെ എന്തോ ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, മൂവ് ഓൺ ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ്. ആൻഡ് ഇവിടെ സണ്ണും ഉണ്ട്. സോ ഓപ്പൺ യുവർ ഹാർട്ട് ടു എനോർമസ് ഗ്രോത്ത് അഹെഡ്. നിങ്ങളുടെ ലൈഫിൽ ഓക്കെ, ഈ ഹാപ്പിനെസ് ഇത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടല്ല, ഇത് നിങ്ങളുടെ സന്തോഷമാണ്. ഓക്കെ, ഈ സന്തോഷം, ഈ ഹാപ്പിനെസ്, ഈ സൺ നിങ്ങൾക്കാണത്. യൂണിവേഴ്സ് തരുന്നത് നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുത്തോളൂ. ഓക്കെ, കാര്യങ്ങൾ കുറച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ച് സ്വീകരിക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നോക്കി മൂവ് ഓൺ ചെയ്യൂ. ഓക്കെ, ആൻഡ് ലക്ക് നിങ്ങളുടെ ഭാഗത്താണ്. എന്ത് തന്നെ നിങ്ങൾ തീരുമാനിച്ചാലും ശരി, നിങ്ങളുടെ ഭാഗത്ത് ലക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരും. ആൻഡ് ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു പോസിറ്റീവ് ലൈഫാണ് മുന്നോട്ട്. ബട്ട് ഈ ഒരു തീരുമാനം ഐ തിങ്ക് യൂണിവേഴ്സ് നിങ്ങളെ ശരിക്കും പരീക്ഷിക്കുകയാണ്. ഈ തീരുമാനം നിങ്ങളെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ പേഴ്സണെ ട്രസ്റ്റ് ചെയ്ത് തിരിച്ച് വേണോ? ഓക്കെ, എടുത്തോളൂ. ബട്ട് ആൻഡ് അതിനെയും പോസിറ്റീവ് ആക്കാൻ നിങ്ങൾക്ക് വഴിയുണ്ടാവും, പേടിക്കണ്ട. ഓക്കെ, സോ എന്ത് തന്നെയായാലും ശരി, യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ച് നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കാം. ഓക്കെ, സെക്കൻഡ് പൈൽക്കാർക്ക് അതാണ് കണ്ടത് നമ്മൾ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.